രണ്ടാളുകൾ തമ്മിൽ പരസ്പരം സ്വകാര്യ ഭാഷണം നടത്തുന്നു, മൂന്നാമനെ മാറ്റി നിർത്തിയിട്ട് എന്നുള്ളതിൽ കടന്നുവരും ഏത്? അതേ തത്വത്തിൽ തന്നെ കടന്നു വരുന്ന കുറ്റമാണ് മാ ഇദാ തഹദ്ദസ ബിലിസാനിൻ ലാ യഫ്ഹമുഹു. മൂന്നാൾ കൂടിയിരിക്കുന്നിടത്ത് രണ്ടാൾ വർത്താനം പറയാം. അതുവരെ മലയാളം പറഞ്ഞത്. അതിൽ മൂന്നാളിൽ ഒരുവൻ ഇംഗ്ലീഷ് അറിയില്ല, അത് ഇവർക്ക് രണ്ടാൾക്കും അറിയാം. ഇവന് ഇംഗ്ലീഷ് വലിയ പിടുത്തല്ല. ഇവർ രണ്ടാളും അടിച്ച് ഇംഗ്ലീഷിൽ ഇങ്ങനെ കസർന്ന് ഈ സാധു ഇങ്ങനെ മുഖത്തൊക്കെ ഇരിക്കുക. എന്താ ഇതുവരെ മലയാളം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ്? അതാണ് പറഞ്ഞത് ഇദാ തഹദ്ദസ ബിലിസാനിൻ ലാ യഫ്ഹമുഹു. രണ്ടാൾ വർത്താനം പറയരുത് മൂന്നാമനെ കൂടാതെ. മൂന്നാമനെ കേൾപ്പിച്ചിട്ട് പറഞ്ഞാലും വേണ്ടില്ല. മൂന്നാളിരിക്കാണ്, ഞാനിവിടെ നടുക്കിരിക്കുകയാണ്, രണ്ട് സൈഡിൽ രണ്ട് ഇംഗ്ലീഷ്മാന്മാരാണ്, ഒരിക്കൽ നല്ല ഇംഗ്ലീഷ് അറിയാം, എനിക്കത്ര അറിയില്ല. അപ്പൊ അവർ ഇതുവരെ മലയാളം പറഞ്ഞത്, പിന്നെ അവർ ഇന്നവിടെ അങ്ങനെ ഇരുത്തി രണ്ടാളും ഇങ്ങനെ ഇംഗ്ലീഷിലാണ് പറയും. അപ്പൊ ഞാൻ സംശയിക്കൂലേ, എന്താ ഇന്ന കേൾക്കാതെ ഇംഗ്ലീഷ്? എന്താ മലയാളം തിരിയില്ല ഇവർക്ക് എന്താ മലയാളം മനസ്സിലാവൂലേ? മലയാളം മനസ്സിലാവാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഒരാൾ ഒരു അറബിയാണ്, ഒരാൾ മറ്റൊരാൾ അല്ലെങ്കിൽ ഒക്കെ ഇംഗ്ലീഷുകാരാണ്, ഓര് പരസ്പരം പറയുകയാണ്. അപ്പൊ എന്റെ കുറ്റമൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഓരോ ഭാഷ അതാണ്. നേരെ മറിച്ച് മലയാളികളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇംഗ്ലീഷുകാർ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ അറിയാം. അപ്പൊ അതിൻ്റെ അടിയിൽ ഒരുത്തരം അറബി നന്നായിട്ട് അറിയാം, ഒരാളും അറബിയിൽ ഇങ്ങനെ കസറ. ഈ സാധുവിന് മലയാളം അറിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ കൊളോക്കിയൽ ലാംഗ്വേജോ അല്ലെങ്കിൽ അറബിയൊന്നും വെളിപ്പെടുത്തല്ല. അതുപോലും പാടില്ല എന്നാണ്. നമ്മളുടെ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മറ്റോന് തിരിയാത്ത ഭാഷയിലാണ് പറയാം. അപ്പൊ ഇവൻ നമ്മുടെ നോക്കുകുത്തിയായിട്ടിരിക്കണം. അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാക്കും? ദുഃഖമുണ്ടാക്കും. ഹറാമാണ്, അത് പാടില്ല. എൻ്റെ ഇംഗ്ലീഷോ അറബിയൊക്കെ വേറെ എവിടെയും പോയി പറഞ്ഞോ, അയാളോടത്ത് പറയണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പണ്ഡിതന്മാരിൽ പറഞ്ഞു വറക്ക കൈമാറുക, എഴുത്തിലൂടെയാകുന്നതും ഇതിൽ പെടും എന്നാണ്. എഴുത്തിലൂടെ മൂന്നാളിരിക്കണേ, അപ്പൊ മൂന്നാൾ കൂടി അവിടെ ഇരിക്കണോടത്ത് വരുത്താൻ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് പിന്നെ കൂടെ അങ്ങനെ കൊടുക്കുക, മറ്റോ മാത്രം നോക്കുക. അവനോ ഈ നടുക്കിരിക്കണോ, അവന് മനസ്സിലായി ഇതെന്നെ കുറിച്ചാണ്, ഇത് ഞാൻ കേൾക്കാൻ പറ്റാത്ത എന്തോ ഒന്നാണ്. അവന് മനസ്സ് ദുഃഖായില്ലേ, വേദനയില്ലേ? പാടില്ല. ഇതൊക്കെ ഇതിൽ പെടും എന്ന് വളരെ വിശദമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്.